നോക്കൂ, റിപ്പോർട്ടർ അതിന് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയേക്കാൾ 1 ലക്ഷം വ്യൂവേഴ്സിന് മുന്നിലാണ്. 4,80,000 റിപ്പോർട്ടറിന്റെ കാഴ്ചക്കാർ, 3,47,000 നമ്മുടെ തൊട്ടടുത്ത എതിരാളിയുടെ കാഴ്ചക്കാർ. പ്രിയപ്പെട്ട റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് റിപ്പോർട്ടർ ടിവി മുന്നിലേക്ക് നോക്കൂ, സർവകാല റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് താമരയും വിരിഞ്ഞു കേരളത്തിൽ. ഇത് നമുക്ക് അറിയേണ്ടത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മൊത്ത സന്തോഷം, ഖുഷി ഹേ, സബ് ഖുഷി ഹേ നാ. നോക്കൂ, രാഹുൽ ഗാന്ധിക്ക് അവിടെ സന്തോഷം, ഇവിടെ സുരേഷ് ഗോപിക്ക് സന്തോഷം, റിപ്പോർട്ടറിന് സന്തോഷം, ബിജോയുടെ സന്തോഷമാണോ ഇനി എന്നതാണ് നോക്കുന്നത്. അമരം സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, കുടിച്ചാലും തന്തോയം കുടിച്ചില്ലെങ്കിലും. അതെ, ബിജോയി ലീഡ് നില ഉയർത്തുന്നു. 2166, 2166, 2166 വിജോയുടെ ലീഡ് നില ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. 2000 മുകളിൽ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. അടൂർ പ്രകാശിന് തിരിച്ചു മറികടക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. ആറ്റിങ്ങലില് വിജോയ് മുന്നിലാണ്. 2166 വോട്ടുകൾക്ക് ഇപ്പോൾ വിജോയ് മുന്നിലാണ്. അല്പസമയത്തിനകം, ഏതാനും നിമിഷങ്ങൾക്കകം അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്ഡേഷൻ എത്തി തുടങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനകം പ്രേക്ഷകരെ അറിയിക്കാൻ സാധിക്കും. 2166 വോട്ടുകൾക്ക് വിജോയ് മുന്നിലാണ്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ആർക്കൊപ്പമാണ്? കൈപ്പത്തിക്കാണോ കൂടുതൽ പേർ വോട്ട് ചെയ്തിരിക്കുന്നത്? അതോ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലോ? അതോ താമര ചിഹ്നം അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്നീ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിജോയ് ആണ് ഇപ്പോഴും മുന്നിൽ. 2166 വോട്ട്. പ്രകാശം പരത്തുമോ, ജോയ്ഫുൾ ആകുമോ എന്നതാണ് ചോദ്യം. പ്രകാശം പരത്താൻ അടൂർ പ്രകാശ സർവ്വ അടവുകളും പ്രയോഗിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വിജോയ് സംഘടനാ കരുത്തിൽ അതിനെ അട്ടിമറിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. സംസ്ഥാനത്തുടനീളം UDF തരംഗം ആഞ്ഞു വീശുമ്പോൾ, സംസ്ഥാനത്തുടനീളം ഭരണവിരുദ്ധ വികാരം ആഞ്ഞു വീശുമ്പോൾ, ആ ആറ്റിങ്ങലിൽ വിജോയ്ക്ക് അതിനെ തടുത്തു നിർത്താൻ കഴിയുമോ എന്നതാണ്